ബ്ലഡ് ഓഫ് ജീസസ് ക്രൈസ്റ്റ്, അതുല്യമായ ക്രിസ്തുവിൻ്റെ രക്തം. വിശുദ്ധ രക്തത്തിൻ്റെ കണ്ടിന്യൂഷനാണ് ഞാൻ എടുത്തുകൊണ്ടിരിക്കുന്ന ഈ ഒരു സെഷൻസ് മുക്കാലും യേശുവിൻ്റെ രക്തത്തെക്കുറിച്ച് തന്നെയാണ് പറയാൻ ആഗ്രഹിക്കുന്നത്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാ കർത്താവിൻ്റെ രക്തത്തിൻ്റെ മഹത്വം പറയുമ്പോൾ അത് നമ്മുടെ മേൽ വന്ന് വീഴുകയും, പറയുന്നിടത്ത് അത് വീഴുകയും അതുകൊണ്ട് നമ്മുടെ മേൽ ജീവൻ്റെ ആത്മാവിനെ പകരുകയും ദൈവത്തിൻ്റെ കൃപകളും അനുഗ്രഹങ്ങളും ജീവനും അതിനാൽ ലഭിക്കുവാൻ തക്കവണ്ണം ഇടയാക്കട്ടെ. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ കൂടെ വന്ന് നിൽക്കുകയാണ്. ആര് പറയും എന്നെക്കുറിച്ച്, ആര് പറയും യേശുവിനെക്കുറിച്ച്, ആര് പോകും എനിക്ക് വേണ്ടി എന്നൊരു ചോദ്യം യെശയ്യാ 6-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നുണ്ട്. അത് യേശുക്രിസ്തുവിനെക്കുറിച്ച് പറയുന്നെന്ന് ചിലർ പറയുന്നു. അത് യെശയ്യാ പ്രവാചകനെക്കുറിച്ച് തന്നെയാണെന്ന് പറഞ്ഞു. നമ്മൾ ആത്മാവിൽ ചിന്തിക്കുകയാണെങ്കിൽ ആ ഒരു ചോദ്യം നമ്മുടെ മേലും നിൽക്കുന്നതല്ലേ, ആര് പോകും എൻ്റെ കാര്യം പറയാൻ. പിതാവ് ചോദിക്കുന്നു, എൻ്റെ മകൻ ചെയ്ത സത്യത്തെ വിളിച്ചു പറയാൻ ആര് പോകും? അതിനൊന്നും ആരും മുതിരത്തില്ല. കാരണം ക്രിസ്തുവിൻ്റെ രക്തത്തെക്കുറിച്ച് പറയുമ്പോൾ നമ്മളിൽ വിശുദ്ധിയില്ല എങ്കിൽ അത് വലിയ പാടായി മാറും. അത് തിരിച്ചു വരുന്ന ഒരു പ്രയാസമുള്ളൊരു ഇഫക്റ്റ് അതിനുണ്ട്. അതുകൊണ്ട് നമ്മൾ കർത്താവിൻ്റെ രക്തം എടുക്കുമ്പം ബി ഹോളി as I am holy. അവൻ വിശുദ്ധനായിരിക്കുന്ന പോലെ നമ്മളും ഹോളി ആയിരിക്കണം. ആ വിശുദ്ധി തരുന്നത് അപ്പച്ചൻ്റെ രക്തം നമ്മുടെ മേലോട്ട് ഒഴിക്കുമ്പോഴാണ്. രാവിലെ തോറും നമ്മൾ പറയുക, കർത്താവേ, ഐ വാഷ് മൈസെൽഫ് വിത്ത് ദ ബ്ലഡ് ഓഫ് ജീസസ് ക്രൈസ്റ്റ്. എനിക്ക് എന്നെ തന്നെ ശുദ്ധീകരിക്കാൻ ഒക്കത്തില്ല, പക്ഷെ നിൻ്റെ വിശുദ്ധ രക്തം കൊണ്ട് എന്നെ കഴുകണമേ. അപ്പോൾ ഒരു സത്യം നമ്മുടെ മുമ്പിൽ വരുന്നത്, വലതുഭാഗത്തെ കള്ളൻ ഒരു പാനസാന്ദ്രമോ ഒരു വലിയ കുമ്പസാരമോ ഒന്നും എടുത്തായിട്ട് അവിടെ പറയുന്നില്ല. പക്ഷെ ആ മനുഷ്യൻ എങ്ങനെയോ കർത്താവിൻ്റെ നെഞ്ചിൽ നിന്ന് വീണ രക്തം ഒരു തുള്ളി വീണ് കാണുമെന്ന് ഞാനങ്ങ് മനസ്സുകൊണ്ട് ചിന്തിക്കുകയാണ്. ആ മനുഷ്യൻ കണ്ണുനീരോടെ ദൈവത്തോട് പറയുന്നു, അയ്യോ, അവിടുന്ന് രാജ്യത്വം പ്രാപിച്ചു വരുമ്പോൾ എന്നെ കൂടെ ഓർക്കണമെന്ന്. ആ നിമിഷത്തിൽ തന്നെ ഒന്നും ചോദിക്കാതെ ദൈവം, ഇന്ന് നീ എൻ്റെ കൂടെ പറുദീസയിലിരിക്കും. അതാണ് ദൈവസ്നേഹം. നമ്മൾ എല്ലാം തികഞ്ഞിട്ട് ദൈവത്തെ വന്ന് ആരാധിക്കാമെന്ന്, ദൈവത്തിൻ്റെ മക്കളാണെന്ന് ആരും വിചാരിക്കണം. ആയ സ്ഥിതിയിൽ എഴുന്നേക്ക്, എറൈസ്, വേക്കപ്പ് ഫ്രം ദാറ്റ് സ്ലംബർ. അവൻ്റെ അടുക്കലേക്ക് കടന്ന് നമ്മൾ ദൈവത്തോട് ചോദിക്കുക. അപ്പം നമ്മളോട് ഈ അൺമാസ്ഡ് പവർ ഓഫ് ദ ബ്ലഡ് ഓഫ് ജീസസ് ക്രൈസ്റ്റ്, അത് ഞാൻ എടുക്കുന്നത് ദൈവത്തിൻ്റെ വചനം എബ്രായ ലേഖനത്തിനകത്ത് 4:16 വാക്യമുണ്ട്. ദൈവം നമുക്ക് തൻ്റെ രക്തം തന്നു കഴിയുമ്പോൾ എന്താണ് സംഭവിക്കുന്നതെന്ന്. 4:16 ഇങ്ങനെയാണ് വായിക്കുന്നത്: അതുകൊണ്ട് കരുണ ലഭിപ്പാനും തത്സമയത്ത് സഹായത്തിനുള്ള കൃപ പ്രാപിപ്പാനുമായി നാം ധൈര്യസമേതം കൃപാസനത്തിൻ്റെ അടുക്കലേക്ക് കടന്നു വരിക. അപ്പം ദൈവത്തിൻ്റെ കൃപാസനം എന്ന് പറയുമ്പോൾ ദ ഹോളി ഓഫ് ഹോളിയാണ്, അതിവിശുദ്ധ സ്ഥലം. ഈ അതിവിശുദ്ധ സ്ഥലത്ത് പഴയ നിയമത്ത് മഹാപുരോഹിതന് വർഷത്തിലൊരിക്കൽ കുഞ്ഞാടിൻ്റെ രക്തവും എടുത്ത് അത് രക്തവും വെള്ളം കൂടെ തളിച്ചിട്ട് അവർ അതിവിശുദ്ധ സ്ഥലത്തേക്ക് കയറി ചെന്നിട്ട് അവിടെ രക്തം തളിക്കുകയാണ്. അതിവിശുദ്ധ സ്ഥലത്ത് രക്തം തളിക്കുകയാണ്. ആ രക്തം തളിക്കുന്നത് കൊണ്ടാണ്, അതായത് ഈ അതിവിശുദ്ധ സ്ഥലത്ത് മഹാപുരോഹിതൻ പോയി രക്തം തളിക്കുന്നതുകൊണ്ടാണ് പുറത്ത് നിൽക്കുന്ന ആളുകൾക്ക് ദൈവത്തിൻ്റെ സാന്നിധ്യമോ അല്ലെ അനുഗ്രഹമോ ജീവനോ ലഭിക്കുന്നത്. എന്നാൽ ഈ പുരോഹിതൻ്റെ കാലയിൽ ഒരു വലിയ കയറ് കെട്ടിയിട്ടാണ് കയറുന്നത്. അവരുടെ പുരോഹിതൻ്റെ വസ്ത്രത്തിൽ ബെല്ലും മാതളത്തിൻ്റെ പഴവും ഒന്നിച്ചിങ്ങനെ എപ്പോഡിൽ അല്ലെങ്കിൽ മേൽ വസ്ത്രത്തിൽ ഇങ്ങനെ തയ്ച്ചു വെച്ചിരിക്കുകയാണ്. അപ്പം പുരോഹിതൻ എപ്പോൾ നടക്കുന്നുവോ അന്നേരം ഈ മണി അടിച്ചുകൊണ്ടേയിരിക്കും. എന്നാൽ പുരോഹിതൻ നടക്കാതെ വീണുപോയി എങ്കിൽ, അതായത് അതിവിശുദ്ധ സ്ഥലത്തിൽ ചെല്ലുമ്പോൾ ദൈവകോപം വന്നിട്ട് മരിച്ചുപോയി എങ്കിൽ ആർക്കും അതിനകത്ത് വേറൊരാൾക്ക് കയറാൻ അവകാശമില്ല. അവർ ഈ കയറ് വലിച്ച് പുറക്കോട്ട് ഈ പുരോഹിതനെ പുറത്തോട്ട് എടുക്കുക മാത്രമേ ചെയ്തുള്ളൂ. അത്ര വിശുദ്ധമായിട്ട് സൂക്ഷിച്ചിരുന്നതാണ് പഴയ നിയമത്ത്. ഇന്ന് നമ്മൾ ദൈവത്തിൻ്റെ സന്നിധിയിൽ ചെല്ലാൻ വേണ്ടി തൻ്റെ രക്തത്താൽ, അതായത് തൻ്റെ തിരശ്ശീലയാകുന്ന നെഞ്ച് രണ്ടായിട്ട് പിളർന്നതിനാൽ നമുക്ക് വേണ്ടി ദൈവം ഒരു പുതിയ വഴി തുറന്നു കഴിഞ്ഞിരിക്കുകയാണ്. ആ തുറന്ന വഴിയിലേക്ക് നമുക്ക് എപ്പോൾ വേണേലും കയറി ചെല്ലാം. അതുകൊണ്ടാണ് ഈ വാക്യത്തിന് വളരെ പ്രസക്തിയുള്ളത്. എന്താണ് പറയുന്നത്? ദൈവത്തിൻ്റെ ആത്മാവ് പറയുന്നത്, അതുകൊണ്ട് കരുണ ലഭിപ്പാനും തത്സമയത്ത് സഹായത്തിനുള്ള കൃപ പ്രാപിപ്പാനുമായി നാം ധൈര്യത്തോടെ കൃപാസനത്തിന് അടുക്കൽ ചെല്ലുക. അപ്പം ഈ കൃപാസനം എന്ന് പറഞ്ഞാൽ, കൃപയെന്ന് പറയുമ്പോൾ നമുക്ക് അർഹിക്കാത്ത ഒരു അനുഗ്രഹമാണ്. കൃപാസനം കൃപയുടെ എഴുന്നള്ളത്തുള്ള ഒരു സ്ഥലമാണ്. അത് അതിവിശുദ്ധ സ്ഥലമാണ്. ആ അതിവിശുദ്ധ സ്ഥലത്ത് മഹാപുരോഹിതൻ രക്തമൊഴിക്കുമ്പോൾ അതും നമുക്ക് വേണ്ടി വാതിൽ തുറന്നിട്ട് യാചനകൾ ദൈവം ഉത്തരം തരുന്ന സമയമാണ്. എന്നാൽ പുതിയ നിയമത്തിൽ ക്രിസ്തുവിൻ്റെ ശരീരമാകുന്ന തിരശ്ശീല രണ്ടായിട്ട് മുളർന്നു മാറി, അതായത് കർത്താവിൻ്റെ നെഞ്ചത്തേക്ക് കുന്തം വെച്ച് കുത്തിയപ്പോൾ
നെഞ്ചിൽ നിന്ന് രക്തവും വെള്ളവും താഴോട്ട് വീണപ്പോൾ ആ ജീവനദി ഇന്നും ഒഴുകിക്കൊണ്ടേയിരിക്കുകയാണ്. അതിൻ്റെ അടുക്കിലേക്ക് കടന്നു വരാൻ ദൈവം നമ്മളെ ആഹ്വാനം ചെയ്തു. അതുകൊണ്ടാണ് പറയുന്നത്, ആ നദി ഒഴുകാൻ തുടങ്ങിയിട്ട് കാലമത്തെ 2000 ചില്ലുവാനും വർഷങ്ങളായിട്ടും ഇന്നും അതിൻ്റെ സത്യം പറഞ്ഞു കൊടുക്കാത്തതിനാൽ മനുഷ്യൻ അവനവൻ്റെ കഴിവ്, അതായത് കയീൻ കാണിച്ചതുപോലെ എൻ്റെ കഴിവ്, എൻ്റെ പ്രാർത്ഥന, എൻ്റെ ഉപവാസം, ഞാൻ അവിടെ അവിടെ പോയതുകൊണ്ട് ഇവിടെ പോയതുകൊണ്ട് എന്നൊക്കെ ചിന്തിച്ചുകൊണ്ട് ഓരോന്ന് കാണിച്ചു വെക്കുമ്പം കയ്യിന് കിട്ടുന്ന അതേ പ്രതിഫലമാണ് നമുക്ക് കിട്ടാൻ പോകുന്നത്. എന്നാൽ ഹാബേൽ ചെയ്തതുപോലെ ആ വിശുദ്ധ രക്തം പിടിച്ചുകൊണ്ടാണ് നീ ചെല്ലുന്നത് എങ്കിൽ ദൈവത്തിന് പ്രീതി ഉണ്ടാകും. ആ പ്രീതി കിട്ടാൻ വേണ്ടി ഒരൊറ്റ വഴിയേ ഉള്ളൂ, അത് ദൈവത്തിൻ്റെ കുഞ്ഞാടിൻ്റെ രക്തവും പിടിച്ചു. അതുകൊണ്ടാണ് കർത്താവ് പറയുന്നത്, ഇബ്രായ ലേഖനം 4:16, അതുകൊണ്ട് കരുണ ലഭിപ്പാനും തത്സമയത്ത് സഹായത്തിനുള്ള കൃപ പ്രാപിപ്പാനുമായി നാം ധൈര്യത്തോടെ, എവിടെയാണ് ആരെ വിളിച്ചു വരുന്നത്? ധൈര്യത്തോടെ നമ്മൾ ദൈവത്തിൻ്റെ അടുക്കൽ ചെല്ലണം. നമ്മൾ ദൈവത്തിൻ്റെ അടുക്കലേക്ക് കടന്നു ചെല്ലാൻ ദൈവം അങ്ങേറ്റം ആഗ്രഹിക്കുകയാണ്. നമ്മൾ ദൈവത്തെ മനുഷ്യനാക്കി കാണാതെ ഇവൻ ആരാണ് എന്ന് മനസ്സിലാക്കി ദൈവത്തിൻ്റെ അടുക്കലേക്ക് കടന്നു ചെല്ലണം. ഒരു വാക്യം കൂടെ എബ്രായ ലേഖനം 10 വാക്യം ഇങ്ങനെയാണ് വായിക്കുന്നത്, അതുകൊണ്ട് സഹോദരന്മാരെ, ഞാൻ പറഞ്ഞ അതേ പോയിൻ്റാണ് ഇതിനകത്ത് കിടക്കുന്നത്. 10 എബ്രായ ലേഖനം 10:19. വേദപുസ്തകം ഉള്ളവർ എടുത്തു വായിക്കുന്നത് നല്ലതാണ്. എബ്രായ ലേഖനം മുഴുവനും കുറച്ച് ദിവസം എടുത്ത് വായിച്ചാൽ നല്ലതാണ്. അതുകൊണ്ട് സഹോദരന്മാരെ, യേശു തൻ്റെ ദേഹമെന്ന തിരശ്ശീലയിൽ കൂടി നമുക്ക് പ്രതിഷ്ഠിച്ച ജീവനുള്ള പുതുവഴിയായി ഒരു പുതുവഴി ദൈവം തുറന്നു തരുന്നു. അത് വാക്യം വ്യക്തമായിട്ട് പറയും, ഞാനൊരു പുതുവഴി നിനക്ക് തുറന്നു, പുതിയ നിയമം, പുതിയ വഴികൾ, തൻ്റെ രക്തത്താൽ വിശുദ്ധ മന്ദിരത്തിലേക്കുള്ള പ്രവേശനത്തിന്, അതായത് അതിവിശുദ്ധ സ്ഥലത്തേക്ക് കയറി ചെല്ലുവാൻ പുത്രൻ്റെ രക്തത്താൽ ഈ വിശുദ്ധ മന്ദിരത്തിലേക്ക് പ്രവേശിക്കാനുള്ള ധൈര്യവും ദൈവാലയത്തിൽ ഒരു മഹാപുരോഹിതന് നമുക്കുള്ളതുകൊണ്ട് നാം ദുർമനസാക്ഷി നീങ്ങുമാറ് ഹൃദയങ്ങളിൽ തളിക്കപ്പെട്ടവരും ശുദ്ധവെള്ളത്താൽ ശരീരം കഴുകപ്പെട്ടവരുമായി വിശ്വാസത്തിൻ്റെ പൂർണ്ണ നിശ്ചയം പൂണ്ട് പരമാർത്ഥ ഹൃദയത്തോടെ അടുത്ത് ചെല്ലുക. എന്തൊരു മർമ്മമല്ലേ ഇതിനകത്ത് കിടക്കുന്നത്. നമ്മൾ ഓരോ വാക്കിനും യേശു തൻ്റെ ദേഹമെന്ന തിരശ്ശീല 2 മുറിച്ചു. അത് നെഞ്ചിൽ നിന്ന് വീണ രക്തവും വെള്ളം ഇപ്പോൾ ഒഴുകിക്കൊണ്ടിരിക്കുക. ആ രക്തവും വെള്ളവും എടുത്തുകൊണ്ട് നീ യാഗവസ്തുവിൻ്റെ അടുക്കൽ, യാഗപീഠത്തിൻ്റെ അടുക്കൽ കയറി ചെല്ലുകയാണ്. അവിടെ കാണാം ക്രൂശിന്മേൽ നിൽക്കുന്ന ദൈവം, അല്ലെ ഉയർത്തെഴുന്നേറ്റ ദൈവം നമുക്ക് ഉത്തരം തരാൻ വേണ്ടി പിതാപുത്ര പരിശുദ്ധാത്മാവ് നമുക്കൊരു വഴി തുറന്നു വന്നിരിക്കുക. നമുക്ക് വേണ്ടി പ്രതിഷ്ഠിച്ച ജീവനുള്ള പുതുവഴിയായി. ഇതൊക്കെ ഞാൻ TV പ്രോഗ്രാം തുടങ്ങിയിട്ട് 14 വർഷമായി. 14 വർഷം മുമ്പ് ഞാൻ പ്രവർ വിഷനകത്തുള്ള മെസ്സേജിനകത്ത് ഇത് ഞാൻ എല്ലാം ഇട്ടിട്ടുള്ളതാണ് അന്ന്. പക്ഷേ ഇത് വായിക്കും തോറും നമ്മുടെ ഹൃദയത്തിനകത്ത് മനസ്സിലാകുന്നത് ഈ ജീവനുള്ള വഴി, ആ ജീവനുള്ള വഴി എന്ന് പറയുമ്പം ക്രിസ്തുവിൻ്റെ രക്തം എൻ്റെ മേൽ തളിച്ച് കഴിയുമ്പോൾ ഞാൻ ആ ജീവനുള്ള വഴിയിൽ കാല് വെച്ച് കഴിഞ്ഞു. ഞാൻ വെച്ചു, നമ്മുടെ ഭർത്താക്കന്മാർ വെക്കുന്നു, മക്കൾ വെക്കുന്നു, മരുമക്കൾ വെക്കുന്നു, ഈ വഴി പിന്നെ തന്നെ അങ്ങ് ഇത് കൺവെയർ ബെൽറ്റ് പോലെയാണ്. നമ്മൾ പ്ലെയിനിൽ കയറുമ്പോഴേ അല്ലെങ്കിൽ നമ്മൾ വലിയ മാളുകളിലൊക്കെ ചെല്ലുമ്പോൾ ഒരിടത്ത് കയറി നിന്നാൽ നമ്മളെ എത്തേണ്ട സ്ഥലത്ത് അങ്ങ് എത്തിക്കും. അതിന് ജീവനില്ല, പക്ഷേ അത് ഇലക്ട്രിസിറ്റി കൊണ്ടോ അല്ലെങ്കിൽ വേറെ പവർ കൊണ്ടോ അത് മാനേജ് ചെയ്യുന്നത്. പക്ഷേ ഇവിടെ ദൈവം പറയുന്നത് ജീവനുള്ള വഴി, ക്രിസ്തുവിൻ്റെ രക്തത്താൽ നമ്മുടെ ഓരോരുത്തരുടെ മുമ്പിൽ ഒരു ജീവനുള്ള വഴി തുറന്ന് വെച്ചിരിക്കുന്നിടത്തേക്ക് നിങ്ങളെയും നിങ്ങളുടെ കുടുംബങ്ങളെയും അംഗങ്ങളെ അങ്ങോട്ട് കയറ്റി നിർത്ത്. പിന്നെ ഇത് കൊണ്ടുപോയിക്കോളും. തന്നെത്താൻ ഈ കൺവെയർ ബെൽറ്റ് ചെല്ലേണ്ടതെടുത്ത് കൊണ്ടു ചെല്ലും. ആരെങ്കിലും ഒരാൾ ചെയ്യാതെ സാധിക്കത്തില്ല. നമ്മൾ മറ്റുള്ളവരോട് നീ നന്നാകണം, നീ പ്രാർത്ഥിക്കണം, നീ ചൊവ്വാണെന്നൊക്കെ പറഞ്ഞിട്ടൊന്നും ഒരു പ്രയോജനമില്ലെന്ന്. അവരുടെ തലയിലൊന്നും കയറണമെങ്കിൽ ആത്മാവ് പ്രവർത്തിക്കണം. അപ്പോൾ ഈ വചനമെടുത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങൾ അവരെ നിൻ്റെ രക്തം പൊതിഞ്ഞുകൊണ്ട് ആ ജീവ വഴിയിൽ ഇതാ കൊണ്ടുവന്ന് വെച്ചിരിക്കുന്നു. അവരുടെയുള്ള ദുർമനസാക്ഷി നീക്കണം. ഹൃദയങ്ങളിൽ നീ തളിക്കണം രക്തം. ശുദ്ധവെള്ളത്താൽ കഴുകണം. കഴുകിയെന്നിട്ട് വിശ്വാസത്തിന് ഒരു പൂർണ്ണനിശ്ചയം ഇട്ടുകൊടുത്തിട്ട് പരമാർത്ഥ ഹൃദയത്തോടെ അവർ നിൻ്റെ അടുക്കിലേക്ക് വരാൻ ഇടയാക്കണമേ. നമുക്ക് അത്രയും പ്രാർത്ഥിച്ചാൽ മതി. അത് കഴിഞ്ഞാണ് പ്രത്യാശയുടെ സ്വീകാരം മുറുകെ പിടിച്ചുകൊള്ളുക. വാഗ്ദത്തം ചെയ്തവൻ വിശ്വസ്തനല്ലയോ? അവൻ വാഗ്ദത്തം ചെയ്തിരിക്കുകയാണ്. ഞാൻ വിശ്വസ്തനാണ്, ഞാനത് ചെയ്തെടുക്കും, നിങ്ങൾ എൻ്റെ മുമ്പിൽ കൊണ്ടുപോവാ. ഇപ്പോൾ എനിക്ക് എൻ്റെ മനസ്സിൽ വരുന്ന ചിന്ത, ഞാൻ ഈ കോടതിയിലൊക്കെ ആർഗ്യ ചെയ്യുമ്പോൾ
ഹൈക്കോടതിയിലൊക്കെ ആർഗ്യുമ്പോൾ ചിലപ്പോൾ ഒരു കേസിന് 2-3 മണിക്കൂർ നമ്മൾ ആർഗ്യൂ ചെയ്യേണ്ടി വരും. പല സൈഡിൽ നിന്ന് നമ്മളെടുത്ത് കേസ് ആർഗ്യൂ ചെയ്യുമ്പോഴത്തേക്ക് ലാസ്റ്റ് നമ്മളൊരു ട്രംപ് കാർഡ് പോലെ ഒരെണ്ണം ഉപയോഗിക്കുക. അതായത് അവസാനമായിട്ട് നമ്മൾ ലെജിസ്ലേറ്റീവിൽ നമ്മുടെ അസംബ്ലിയിൽ ഒരു പുതിയ ഓർഡർ പാസ്സാക്കിയിരിക്കുക. അത് പെട്ടെന്ന് കഴിഞ്ഞ ആഴ്ച എല്ലാം പാസ്സാക്കി, അത് നമ്മുടെ ക്ലയൻ്റ് അത് കൊണ്ടുതരും. ഇങ്ങനെ ഒരു ഓർഡർ പുതിയതായിട്ട് പാസ്സാക്കി, നമ്മളത് ലാസ്റ്റിൽ ആ പാസ്സാക്കിയ ഓർഡർ കയ്യിലോട്ട് കൊടുക്കും. ജഡ്ജിൻ്റെ വായിച്ച് പറഞ്ഞു, ഇങ്ങനെ ഒരു ഓർഡർ ഉള്ളതിനാൽ ഈ കേസ് ജയിച്ചേ പറ്റത്തുള്ളൂ, ഇങ്ങനെ ഒരു പുതിയ നിയമം ഇപ്പം നമ്മൾ അസംബ്ലിയിൽ ഇത് പാസ് ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞു കൊടുക്കും. അങ്ങനെ ഞാൻ കൊടുത്തതായിട്ട് ഞാൻ ഓർക്കുന്നുണ്ട് ഒരു കാര്യത്തിന്. അപ്പോൾ അന്ന് ജഡ്ജ് എന്നോട് തിരിച്ചു പറഞ്ഞു, അല്ല ഈ ഓർഡർ ഉണ്ടായിരുന്നേ അതിങ്ങ് ആദ്യം തന്നാൽ മതിയായിരുന്നല്ലോ, ഇത്രയും നേരം ആർഗ്യൂ ചെയ്യേണ്ട ആവശ്യമില്ലായിരുന്നു. നമ്മളെല്ലാം കവർ ചെയ്ത് കഴിഞ്ഞിട്ടാണ് ഈ ലാസ്റ്റിലായിട്ടുള്ള ഈ ഓർഡർ അങ്ങോട്ട് കൊടുക്കുന്നത്. അതുതന്നെയാണ് എല്ലാ കാര്യവും നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഒന്നും നിവൃത്തിയില്ലെന്ന് മനസ്സിലാകുമ്പം നമ്മൾ കർത്താവെ കൈ പൊക്കിക്കൊണ്ട് നിൻ്റെ രക്തം മാത്രമേ രക്ഷയുള്ളൂ എന്ന് പറഞ്ഞ് നമ്മൾ കടന്നു ചെല്ലും. അങ്ങനെയാണ് മനുഷ്യൻ്റെ സ്വഭാവം. നമ്മൾ ആശുപത്രിയിലൊക്കെ അസുഖമായിട്ട് കിടന്ന് ആശുപത്രിക്കാർ ഇനി ഒരു ഹോപ്പുമില്ല, വീട്ടിൽ കൊണ്ടുപോക്കോ മരിക്കാറായി എന്ന് പറയുമ്പോൾ നമ്മളെല്ലാവരോടും വിളിച്ചു പറയും, പ്രാർത്ഥിച്ചോ പ്രാർത്ഥിച്ചോ പ്രാർത്ഥിച്ചോ. ആദ്യം പറയൂല. നമ്മളെ വിശ്വാസത്തിൽ വീരന്മാരായിട്ട് ആദ്യം തന്നെ കൃപാസനത്തിലേക്ക് ധൈര്യസമേതം കടന്നു. അവൻ്റെ രക്തത്താൽ നമ്മളെ വീണ്ടെടുത്ത് അവൻ നമുക്ക് വേണ്ടി ഉത്തരം തരും. നമ്മുടെ മക്കൾക്ക് വേണ്ടി, നമ്മുടെ ഏതാവശ്യത്തിന് വേണ്ടിയും അവൻ്റെ രക്തം പിടിച്ചുകൊണ്ട് കടന്നു പോവാ. ദൈവം നമ്മളെ ബലപ്പെടുത്തുകയാണ്. ആത്മാവിൽ കണ്ടുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. നാഥ, ഏകമഹാപുരോഹിതനായിട്ട് ഞങ്ങളുടെ ബലഹീനതയ്ക്ക് വേണ്ടി ആ തിരശ്ശീല അപ്പച്ചൻ്റെ നെഞ്ച് 2ആയിട്ട് കീറി അവിടെ നിന്ന് ഒഴുകി വരുന്ന രക്തവും വെള്ളവും ഞങ്ങളുടെ മേലെ, ഞങ്ങളുടെ ഭർത്താക്കന്മാരുടെ മക്കളുടെ മേൽ, മരുമക്കളുടെ മേൽ, കൊച്ചുമക്കളുടെ മേലെ എല്ലാം നീ തളിച്ചുകൊണ്ടേ ഇരിക്കുന്നതിനാൽ നന്ദിയോടെ സ്തോത്രം. കർത്താവേ, നിന്നെ സ്വീകരിച്ച് കഴിയുമ്പോൾ, ഒരു കുടുംബത്തിൽ ഒരാൾ സ്വീകരിച്ച് കഴിയുമ്പം അവിടെയുള്ള എല്ലാവരും യേശുവിനെ കാണാൻ സാധിക്കുമെന്ന് അപ്പോസ്തല പ്രവൃത്തി നീ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. കർത്താവേ, നിൻ്റെ പരിശുദ്ധാത്മാവ് ഇറങ്ങി വരുമ്പോൾ, ഞങ്ങളുടെ അന്തരാത്മാവിൻ്റെ കണ്ണ് തുറക്കുമ്പോൾ ഈ സത്യങ്ങൾ നീ ഞങ്ങളെ മനസ്സിലാക്കി തരുന്നതിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. അതുകൊണ്ട് കർത്താവേ, ജീവവഴി നീയാണെന്നും അപ്പച്ചൻ്റെ വഴിയിലേക്ക് ഞങ്ങളുടെ തലമുറകളെ ഏൽപ്പിച്ചു വെച്ചാൽ അത് വിശ്വസ്തയോടെ അവരെത്തേണ്ട സ്ഥലത്ത് എത്തിക്കാൻ അവിടുന്ന് വിശ്വസ്തനായ മഹാപുരോഹിതനായിട്ട് നിൽക്കുന്നതിനാൽ ഞങ്ങൾ നിന്നെ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. അതുകൊണ്ട് ഞങ്ങളുടെ ഭാരങ്ങളും വിഷമങ്ങളും, ഞങ്ങളുടെ മക്കളും ഞങ്ങളുടെ ആവശ്യങ്ങളുടെ മേലെല്ലാം അവരുടെ ഭാരങ്ങളും എല്ലാം നിൻ്റെ സന്നിധിയിലോട്ട് കൊണ്ടുവന്ന ജീവനദിയിൽ ജീവൻ്റെ വഴിയിൽ കൊണ്ടുവന്ന് വെച്ച് ഏൽപ്പിച്ചു. ആ ജീവവഴി കർത്താവെ നീ തന്നെയാകിയാൽ ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവും ഒന്നുപോലെ കടന്നു വന്ന് ഞങ്ങളുടെ ആവശ്യങ്ങളുടെ മേൽ നീ ഉത്തരം തരാൻ തക്കവണ്ണം ദൈവത്തിൻ്റെ മനസ്സ് ഞങ്ങൾക്ക് തുറന്നു തന്നിരിക്കുന്നതിന് സ്തോത്രം. അത് അതിവിശുദ്ധ സ്ഥലത്തേക്ക് കടന്നു വരുവാനും നിൻ്റെ ആത്മാവിനെ കൊണ്ട് നിറച്ചിട്ട് അനേകർക്ക് ഈ സത്യവെളിച്ചം പകർന്നു കൊടുക്കുവാനും നീ ഞങ്ങളെ അനുവദിക്കുന്നതിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്ന കർത്താവേ, നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കർത്താവേ, ഹാബേലിൻ്റെ രക്തത്തേക്കാൾ കർത്താവ് എത്ര ഗുണകരമായി സംസാരിക്കുന്ന പുണ്യാഹ രക്തം പുത്രൻ്റെ രക്തമാണ്. ആ രക്തത്തിൻ്റെ മുമ്പിലാണ് ഞങ്ങൾ വന്ന് നിൽക്കുന്നത്. അതിനാൽ നീ ഞങ്ങൾക്ക് വേണ്ടി ഉത്തരം തരാൻ തക്കവണ്ണം അവിടുന്ന് കടപ്പെട്ടിരിക്കുന്ന കർത്താവ്, ഞങ്ങൾ വിശ്വസിച്ച് കാലുവെച്ചോ അവിടുന്ന് അത് ചെയ്യും. ഞങ്ങൾ വിശ്വസിച്ച് കാല് വെച്ച് കഴിഞ്ഞിരിക്കുന്നു. അവിടുന്ന് ഉത്തരം തരുന്നതിന് സ്തോത്രത്തിൻ്റെ മഹാവെളിച്ചം, വലിയ സൂര്യൻ്റെ പോലെയുള്ള പ്രകാശം കടന്നു വന്നിട്ട് ശത്രുവിൻ്റെ തന്ത്രങ്ങൾ അഴിഞ്ഞു പോയിട്ട് മുൻപോട്ട് പോകാൻ ഞങ്ങളെ ബലപ്പെടുത്തിക്കാട്ടെ. പ്രാർത്ഥന കേട്ട് ഉത്തരം തന്ന ദൈവത്തിന് നന്ദി. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ മുൻപിൽ ഏതെല്ലാം അന്ധകാര ശക്തികൾ കുടുംബങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നു അതെല്ലാം തുടച്ചു മാറ്റി വെച്ച് മുൻപോട്ടുള്ള വഴി വെട്ടി തുറന്നു തന്നതിന് സ്തോത്രം ചെയ്യുന്നു. പ്രാർത്ഥന കേട്ട് ഉത്തരം തന്ന ദൈവത്തിന് നന്ദി. യേശുക്രിസ്തുവിൻ്റെ പൊന്നുനാമത്തിൽ തന്നെ ആമേൻ.